വെൽക്കം ബാക്ക് ടു അനദർ സ്റ്റഡി വ്ളോഗ്. ഇന്ന് നമ്മുടെ ചലഞ്ചിൻ്റെ 20 ഡേയ്സ് ചലഞ്ചിൻ്റെ മൂന്നാമത്തെ ദിവസമാണ്. ഇനി ഞാൻ സിവിക്സാണ് GK ആയിട്ട് എടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം 1.5 മണിക്കൂർ വെച്ചിട്ട് കൂടെ CA ഉണ്ട്. പിന്നെ റിവിഷനും കൂടെ നടത്തുന്നുണ്ട്. ആദ്യം ഞാൻ നോക്കിയത് ഇംഗ്ലീഷായിരുന്നു. ഇത് ഇനി ഞാൻ PYQ അല്ല നോക്കിയത്, ബുക്കല്ല നോക്കിയത്. കാരണം എനിക്ക് അറിയാത്ത കാര്യങ്ങളും പിന്നെ യൂട്യൂബിൽ ഇങ്ങനെ PYQ ആയിട്ടുള്ളത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവരിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് ഇട്ടുള്ള വീഡിയോസ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ശ്രുതിസ് ലേണിംഗ് സ്ക്വയർ എന്ന് പറയുന്നത്, അപ്പോൾ അതാണ് കണ്ടത്. അതിനുശേഷം നോക്കിയത് സിവിക്സ് ആയിരുന്നു. സിവിക്സിലെ ലെജിസ്ലേച്ചർ, ജുഡീഷ്യറി, എക്സിക്യൂട്ടീവ്, ഈ 3 ഭാഗങ്ങളാണ് ഞാൻ നോക്കിയത്. കുറച്ച് മുന്നൊന്ന് നോക്കിയിട്ടുള്ളതായിരുന്നു, പക്ഷെ എനിക്കൊന്നും ഓർമ്മയുണ്ടായിരുന്നില്ല. അപ്പോൾ ഒന്നുകൂടെ അത് വായിച്ചൊക്കെ നോക്കി. പിന്നെ അത്യാവശ്യം വൈഡായിട്ട് ഇതിനകത്ത് കിടപ്പുണ്ട്. NCERT ആണ് നോക്കുന്നത്. അന്നേരം അത് ഒന്നുകൂടെ നല്ല രീതിയിൽ ഒന്നും കൂടെ നോക്കി. 1.5 മണിക്കൂറും കൊണ്ട് എനിക്ക് ശരിക്കും അതങ്ങോട്ട് ദഹിച്ചിട്ടില്ല. ശരിക്കും അങ്ങ് പഠിച്ച് ഒപ്പിച്ചു എന്നുള്ളതാണ് നേരെ. ഒന്നും കൂടെ അത് നോക്കേണ്ടി വരും. എന്നാൽ മാത്രമേ അത് മൈൻഡിൽ നല്ല രീതിയിൽ ഓർമ്മിക്കാൻ പറ്റുള്ളൂ. ഒരു തവണയും കൂടെയൊക്കെ റിവിഷൻ, ഒരു തവണയല്ല ഒത്തിരി തവണയും കൂടെ നടത്തേണ്ടി വരുമെന്ന് തോന്നുന്നു. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ എന്നോട് ഒരു സബ്സ്ക്രൈബർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടൈമിംഗ് ഒന്ന് പറയുമെന്ന്. ഞാൻ എൻ്റെ ടൈം ടേബിളിൽ ടൈമിംഗ് ആഡ് ചെയ്യാത്തത് എന്താണെന്ന് വെച്ചാൽ, എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പം ഇംഗ്ലീഷ് എന്ന് പറയുന്ന സബ്ജക്റ്റ് വെച്ച് ചിലപ്പോൾ എനിക്ക് 1.5 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കാൻ പറ്റില്ല. പക്ഷേ ഞാൻ 1.5 മണിക്കൂർ പഠിക്കുന്നത് ചിലപ്പോൾ കിട്ടുന്ന ഒരു 10 മിനിറ്റ്, പിന്നെ ഒരു 10 മിനിറ്റ്, പിന്നെ ഒരു 20 മിനിറ്റ്, ആ ഒരു രീതിയിലായിരിക്കും ഞാൻ മിക്കവാറും പഠിക്കുന്നത്. അപ്പം അന്നേരം എന്താണെന്ന് വെച്ചാൽ എനിക്ക് കറക്റ്റ് ഞാൻ 8 മണി മുതൽ 10 മണി വരെ അല്ലെങ്കിൽ അങ്ങനെ കറക്റ്റ് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം മക്കളുള്ള അമ്മമാരുടെയൊക്കെ തന്നെ അവസ്ഥ അതായിരിക്കും. കാരണം ചിലപ്പം ഞാൻ ഇരുന്ന് പഠിക്കുന്ന ടൈമിലായിരിക്കും മോള് ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ അവർ മൂത്തവരെ ശല്യപ്പെടുത്തിക്കൊണ്ട് വരിക. അല്ലെങ്കിൽ ഞാനിപ്പം എന്താ പറയുക, രാവിലെയൊക്കെ ഇപ്പോൾ അവർ എണീക്കുന്നതിന് മുന്നേ ഏർലി മോർണിംഗ് ഒക്കെ ആണെങ്കിൽ നമുക്ക് രാവിലെ ഒരു 4 മണി മുതൽ 6 മണി വരെ അങ്ങനെ പറയാം. അപ്പം ഞാൻ 6 മണിക്ക് ആണ് എണീക്കുന്നത് ഇപ്പം. ഇനിയിപ്പോൾ അതിൽ മാറ്റം വരുമെന്നും പറയാൻ പറ്റില്ല. കാരണം എനിക്ക് ടോപ്പിക്സ് കംപ്ലീറ്റഡ് ആയില്ലെങ്കിൽ ഞാൻ അതനുസരിച്ച് നീങ്ങും. അതുകൊണ്ടാണ് ഞാൻ ടൈം ആഡ് ചെയ്യാത്തത്. അതുകൊണ്ട് തന്നെ എനിക്ക് മലയാളം ഒരു 20 മിനിറ്റ് കിട്ടുന്ന 20 മിനിറ്റ് പഠിക്കും. എപ്പോഴൊക്കെ ടൈം കിട്ടുന്നു ആ ഉള്ളിൽ ഞാനൊരു 8 മണിക്കൂർ തികയ്ക്കാനാണ് ട്രൈ ചെയ്യുന്നത്. പിന്നെ പകൽ മോൾ ഉറങ്ങിക്കഴിഞ്ഞാലൊക്കെ ഒരു 1.5 മണിക്കൂറിൻ്റെ അടുത്തൊക്കെ അവൾ നല്ലോണം ഒറ്റ ഉറക്കം ഉറങ്ങുന്നുള്ളൂ പകലിപ്പം. അങ്ങനെയാണെങ്കിൽ എനിക്ക് കിട്ടാറുണ്ട്. മിഠായി തീരുന്ന വരെ ഞാൻ മിഠായി ആയിട്ട് തന്നെ ഇരിക്കും. ഇടയ്ക്കിടയ്ക്ക് അത് മക്കളെടുക്കുന്നപ്പോൾ തന്നെ എനിക്ക് അവർ കൊണ്ടുത്തരുന്നുണ്ട്. പിന്നെ നോക്കിയത് മാത്സ് നോക്കി. മാത്സ് ഞാൻ ചെയ്ത് തന്നെയാണ് നോക്കുന്നത് ഇപ്പോൾ. മാത്സ് ചെയ്ത് നോക്കിയിട്ട് കാര്യമുള്ളൂ, വായിച്ച് നോക്കിയിട്ട് ഒരു കാര്യമില്ല. നമ്മൾ പ്രാക്ടീസ് ചെയ്ത് വർക്ക് ചെയ്ത് തന്നെ മാത്സും ഇംഗ്ലീഷൊക്കെ കിട്ടത്തുള്ളൂ. ഇത് ഇപ്പം ഞാൻ നോക്കുന്ന മാർച്ച് മാസത്തെ CA 2024 ഞാനിത് നോട്ടിൽ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ നോട്ട് എടുത്തിട്ട് ഇരുന്ന് പഠിക്കാൻ ആ ടൈം കിട്ടിയില്ല. കാരണം ഞാൻ നമുക്ക് ഫീഡ് ചെയ്യുന്ന ടൈമിലാണ് ഇത് നോക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ഫോണിൽ തന്നെ നോക്കാമെന്ന്. നമുക്ക് ഇനിയിപ്പോൾ നമ്മുടെ സമയം എങ്ങനെയാണോ കിട്ടുന്നത് ആ ഒരു സാഹചര്യത്തിൽ പഠിച്ച് തീർക്കാം. പിന്നെ എനിക്കൊന്ന് CA ഒക്കെ നോട്ട് എഴുതി പഠിക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഞാനും നോട്ട് എഴുതി തന്നെയാണ് പഠിക്കുന്നത്. പിന്നെ നമുക്കിപ്പോൾ ടൈം ഒട്ടുമില്ല. ഇനി നോട്ടൊന്നും എഴുതിക്കൊണ്ടിരിക്കാതെ PDF ഒക്കെ വായിച്ച് നോക്കി വായിച്ച് വിട്ടാൽ മതിയാവും. 2-3 തവണയൊക്കെ വായിച്ച് കഴിയുമ്പോൾ നമുക്ക് CA ഒക്കെ ഓർമ്മ കിട്ടും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. എനിക്കറിയത്തില്ല, അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ ആ രീതിയിലാണ് ഇപ്പോൾ നോക്കുന്നത്. ലാസ്റ്റ് ഇന്നെനിക്ക് ഇത് ചെയ്യാൻ സമയം കിട്ടി, റിവിഷനും കൂടെ നടത്താൻ സമയം കിട്ടി. അപ്പോൾ റിവിഷൻ ഞാനിപ്പോൾ നോക്കുന്നത് പോർച്ചുഗീസുകാരുടെ വരവ്, അങ്ങനെ മീൻസ് ഹിസ്റ്ററിയാണ്. ഹിസ്റ്ററിയിലെ പോർച്ചുഗീസുകാരുടെ ആഗമനം അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. SCERT അതൊക്കെയാണ്. അന്നോടെ അത് പല തവണ വായിച്ചതാണെങ്കിലും ഒന്നും കൂടെ വായിച്ച് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് അത് തന്നെയാണ് വായിച്ച് നോക്കിയത്. റിവിഷൻ എന്ന് പറയുമ്പം നമ്മൾ ഇത്ര നാളും പഠിച്ച മൊത്തം കാര്യങ്ങളൊന്നും ഒരു ദിവസം കൊണ്ട് റിവൈസ് ചെയ്ത് തീർക്കാൻ പറ്റില്ല. എന്നെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ടഫ് പുതിയ കാര്യങ്ങൾ എനിക്ക് മാത്രമല്ല എല്ലാവർക്കും തന്നെ അങ്ങനെയായിരിക്കും. പുതിയ കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നതിനെക്കാട്ടും ബുദ്ധിമുട്ട് പഠിച്ച കാര്യങ്ങൾ വീണ്ടും റിവൈസ് ചെയ്യുമ്പോഴാണ് ടൈം കൂടുതൽ വേണ്ടി വരിക. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.